അത് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞല്ലോ, ഫെബ്രുവരി 28-ന് ഞങ്ങൾ ആദ്യഘട്ടം പൂർത്തിയാക്കി താക്കോൽദാന കർമ്മം നിർവഹിക്കും. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ 50 വീടുകളുടെ താക്കോൽദാനമാണ് ആദ്യഘട്ടത്തിൽ ഫെബ്രുവരി 28-ന് നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം മറ്റ് വിഭാഗത്തുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ തുടരുകയും ചെയ്യും. അതും കഴിയുന്നത്ര പെട്ടെന്ന് അവസാനിപ്പിക്കണം, പണി തീർക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. നിശ്ചിത സമയത്ത് തന്നെ പണി പൂർത്തിയാക്കി ഹതഭാഗ്യരായ മനുഷ്യർക്ക് തലചായ്ക്കാനുള്ളൊരിടം കഴിയുന്നത്ര നേരത്തെ ഉണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് പാർട്ടി ഇപ്പോഴുള്ളത്. വയനാട് ജില്ലയിൽ മുസ്ലിം ലീഗ് ഒരു സീറ്റ് ആവശ്യപ്പെടുന്നു എന്നുള്ള തരത്തിലുള്ള അത് അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യം ഉന്നയിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട UDF ചർച്ച നടക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? UDF സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല. ജനുവരി 15-ന് മുമ്പ് ചർച്ചകൾ ആരംഭിക്കണം എന്നായിരുന്നു UDF തീരുമാനിച്ചിരുന്നത്. അതിനിടയ്ക്ക് ഘടകകക്ഷികളൊക്കെ പ്രത്യേക തിരക്കുകളിലൊക്കെ പെട്ടതുകൊണ്ടും ആരംഭിച്ചിട്ടില്ല. അടുത്ത 1-2 ദിവസം കൊണ്ട് അത് ആരംഭിക്കും. UDF ചർച്ചയുടെ 1-ാം ഘട്ടമൊക്കെ കഴിഞ്ഞാൽ സീറ്റുകളെക്കുറിച്ചും പാർട്ടികളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ചൊക്കെ പറയാൻ കഴിയും. ഇപ്പം ചർച്ച ആരംഭിക്കാത്തടത്തോളം കാലം അതിനെക്കുറിച്ചൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അല്ല, ചോദിക്കാൻ 140 മണ്ഡലം ചോദിക്കാനും ഞങ്ങൾക്ക് താല്പര്യമുണ്ടല്ലോ. പക്ഷേ ഘടകകക്ഷികൾക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ? കേരള കോൺഗ്രസ് മുന്നണിയിലേക്ക് വരുന്നതിന് ലീഗ് എങ്ങനെയാണ് കാണുന്നത്? അതിനൊരു മുൻകൈ എടുക്കേണ്ട സാഹചര്യം ഉണ്ടോ? അതോ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വന്ന സാഹചര്യത്തിൽ അതിൽ റിസൾട്ട് നോക്കുമ്പോൾ ശരിക്കും അതിന്റെ ആവശ്യമുണ്ടോ? എന്താ ലീഗ് ചിന്തിക്കുന്നത്? ഇല്ല, നമ്മൾ റിസൾട്ട് എത്രത്തോളം വലുതാണോ അതിന്റെ ആവശ്യമുണ്ടോ എന്നല്ലല്ലോ പരിഗണിക്കുന്നത്. UDF ആശയങ്ങളുമായി യോജിക്കുന്ന എല്ലാ വിഭാഗം ആളുകളെയും സംഘടനകളെയും കൂട്ടിയോജിപ്പിച്ച് UDF അടിത്തറ വിശാലമാക്കണം എന്ന തീരുമാനം UDF എടുത്താണ്. എല്ലാ കക്ഷികളുടെയും ഒന്നിച്ചുള്ള അഭിപ്രായമാണ്, ഏതെങ്കിലും ഒരു പാർട്ടിയുടേതല്ല. UDF അഭിപ്രായമായതുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടി മുൻകൈ എടുക്കേണ്ട പ്രശ്നം വരുന്നില്ല. UDF ഒരുമിച്ചാണ് ആലോചിക്കുന്നതും തീരുമാനിക്കുന്നതും മുൻകൈ എടുക്കുന്നതും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് മറ്റ് UDF പുറത്തുള്ള UDF സഹകരിക്കാൻ തയ്യാറുള്ള വിഭാഗങ്ങളുമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്.